കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺവൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് 4.0. ലേൺവൈസ് അക്കാഡമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് 4.0യിലൂടെ ഇഗ്നോ ഡിഗ്രി PG പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ മെഷീൻ ലേണിംഗ് അൽഗോരിതംസ് ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹെൻസീവായ രീതിയിൽ അനലൈസ് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു. ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായിട്ടുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ PDF ഫയലുകൾ ലേൺവൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ്. ലേൺവൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക. അവിടെ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക. 75 92 93 96 16 എന്നതാണ് നമ്പർ. ഒന്നുകൂടെ പറയാം, 75 92 93 96 16. അപ്പോൾ വരുന്ന ഇഗ്നോ എക്സാംസിന് എല്ലാ ലേണേഴ്സിനും എല്ലാവിധ ആശംസകളും നേരുന്നു. ഓൾ ദി ബെസ്റ്റ്. ഇന്നത്തെ ഈ സെഷനിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഇഗ്നോ ഫോക്കസ് 4.0യുടെ ഭാഗമായ MCO 022 MCOMT പേപ്പറായ ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസിന്റെ ഒരു ഡീറ്റെയിൽഡ് അനാലിസിസ്, അതായത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിനെ ബേസ് ചെയ്തുള്ള ഒരു അൾട്ടിമേറ്റ് അനാലിസിസ് ആണ് നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് ഓൾറെഡി അറിയാം, ഇഗ്നോ ഫോക്കസ് 4.0 എന്ന് പറയുന്നത് നമ്മുടെ പ്രീവിയസ്ലി അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ഇഗ്നോ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും വെച്ച് നോക്കിയിട്ട് ഒരു കമ്പാരിസണും ഒരു ഡീറ്റെയിൽഡ് ഇൻഡെപ്ത് ആയിട്ടുള്ള ഒരു അനാലിസിസ് ആണ് വരുന്നത്. അതായത് ഫ്രീക്വന്റ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ്, പ്രഡിക്റ്റീവ് ക്വസ്റ്റ്യൻസ്, അല്ലെങ്കിൽ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ട ഏരിയാസ്, ബ്ലോക്സ്, ഇതെല്ലാം നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കൊരു പ്രഡിക്റ്റീവ് ഗൈഡും നിങ്ങൾക്ക് തരുന്നുണ്ട്. ഈ ഒരു ജൂൺ 2025 എക്സാമിൽ നിങ്ങൾക്ക് മുന്നോട്ട് എന്ത് രീതിയിൽ എക്സ്പെക്ട് ചെയ്യാം നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് എന്ന രീതിയിൽ ഒരു പ്രഡിക്റ്റീവ് ഗൈഡും കൂടെ ആയിരിക്കും ഈ ഒരു സെഷനിൽ നിങ്ങൾക്ക് കിട്ടുന്നത്. ഇതിനകത്ത് നമ്മൾ മെയിൻ ആയിട്ട് നോക്കുന്ന സിലബസ് മാപ്പിംഗ് ഉണ്ട്. അതായത് സിലബസ് വൈസ് ആയിട്ട്, ബ്ലോക്ക് വൈസ് ആയിട്ടൊക്കെയുള്ള ഓരോ ഹിസ്റ്റോറിക്കൽ ഡേറ്റാസ് വെച്ചിട്ട് നമ്മളുടെ ആ ഒരു ഡീറ്റെയിൽഡ് സ്റ്റഡി, ഓരോ ടോപ്പിക്കും ഓരോ യൂണിറ്റും ഒക്കെ എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണെങ്കിൽ അല്ലെങ്കിൽ എത്രത്തോളം റെക്കറിംഗ് ആണ് എന്നതും, എക്സാം പാറ്റേൺസ് എങ്ങനെയാണ് നിലവിൽ ഇതുവരെ കണ്ടുവരുന്നത്, ഏത് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്, എത്ര മാർക്കാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്, അങ്ങനെ രീതിയിലും റെക്കറിംഗ് ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്ത് വീണ്ടും വീണ്ടും ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ്, അല്ലെങ്കിൽ ഏതിലാണ് കൂടുതൽ ഫോക്കസ് കൊടുക്കേണ്ടത്, ഏതിലാണ് ലെസ് ഫോക്കസ് കൊടുക്കേണ്ടത് എന്ന കാര്യങ്ങളെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഏറ്റവും പ്രോബബിൾ ആയിട്ടുള്ള ടോപ്പിക്കും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന ടോപ്പിക്സും ഏതൊക്കെയാണെന്ന് നമുക്ക് അറിയാൻ പറ്റും. അത് ഏറ്റവും ലാസ്റ്റിൽ നമ്മൾ എല്ലാ ഫോക്കസിലും, ഇഗ്നോ ഫോക്കസിലും പറയുന്ന പോലെ തന്നെ നമ്മളുടെ എന്തുണ്ട്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ബേസിലുള്ള സ്റ്റഡിയും നടത്തി അതിന്റെ ബേസിൽ നിങ്ങൾക്ക് ഒരു പ്രഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പറും അവൈലബിൾ ആക്കുന്നുണ്ട്. ആ പ്രഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്കൊരു ഈ ഒരു സൈക്കിളിൽ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ, അതിൽ ഓൾമോസ്റ്റ് പോർഷൻസ് കവർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഏകദേശം ഒരു ഐഡിയ അല്ലെങ്കിൽ ഏകദേശം ഒരു എക്സ്പീരിയൻസ് ഒക്കെ ആകും അല്ലെ. അപ്പം അതിന്റെ ആൻസേഴ്സ് നിങ്ങളുടെ ആപ്പിൽ അവൈലബിൾ ആയിരിക്കും. അപ്പം ഇത് ഇത്രയുമാണ് നമ്മളുടെ ഈ ഒരു സൈക്കിൾ അല്ലെങ്കിൽ ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കൂടുതലായിട്ട് നിങ്ങൾക്ക് കോൺഫിഡൻസോടുകൂടി ഏറ്റവും നല്ല തൃപ്തിയോടുകൂടി അറ്റൻഡ് ചെയ്യാനുള്ള സെഷൻസ്, അല്ലെങ്കിൽ ആ രീതിയിൽ നിങ്ങളെ പ്രിപ്പയർ ആക്കി എടുക്കാനാണ് ഈ ഒരു സെഷനിൽ നമ്മൾ മെയിൻ ആയിട്ട് നോക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് സിലബസ് മാപ്പിംഗ് സ്റ്റാർട്ട് ചെയ്യാം. അതായത് ബ്ലോക്ക് 1 ഓരോ നമുക്ക് യൂണിറ്റ് വൈസ് ആയിട്ടായിരിക്കും ഇതിനകത്ത് നോക്കുന്നത്. അതിനകത്ത് എത്ര പ്രാവശ്യം വന്നിട്ടുണ്ട്, അതിന്റെ പേരിൽ എത്രത്തോളം റെലവെന്റ് ആണ് ആ ടോപ്പിക് എന്നാണ് നമ്മൾ ഈ ഒരു ടേബിളിൽ അനലൈസ് ചെയ്യുന്നത്. അപ്പൊ ബ്ലോക്ക് 1 യൂണിറ്റ് 1 കളക്ഷൻ ഓഫ് ഡേറ്റ നോക്കിക്കഴിഞ്ഞാൽ അതിലെ പ്രൈമറി ആൻഡ് സെക്കൻഡറി ഡേറ്റ എന്ന് പറയുന്ന ടോപ്പിക് 11 പ്രാവശ്യം അപ്പിയർ ചെയ്തിട്ടുണ്ട്. ഹൈ റെലവെന്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. ദെൻ മെത്തേഡ്സ് ഓഫ് കളക്ടിങ് പ്രൈമറി ഡേറ്റ 8 പ്രാവശ്യം ചോദിച്ചു കണ്ടിട്ടുണ്ട്, മീഡിയം റെലവെന്റ് ആണ്. ക്വസ്റ്റിനെയർ ഡിസൈൻ ആൻഡ് ടെസ്റ്റിംഗ് എന്ന് പറയുന്ന പോർഷൻ നമുക്ക് 6 പ്രാവശ്യം ചോദിച്ചു കണ്ടിട്ടുണ്ട്, മീഡിയം റെലവെന്റ് ആയിട്ട് നമുക്ക് കാറ്റഗറൈസ് ചെയ്യാം. യൂണിറ്റ് 2 പ്രസന്റേഷൻ ഓഫ് ഡേറ്റ ക്ലാസിഫിക്കേഷൻ, ചാർട്ടിങ്, അങ്ങനത്തെ പോർഷൻസ് നമുക്ക് 7 പ്രാവശ്യം അപ്പിയർ ചെയ്ത് കണ്ടിട്ടുണ്ട്, മീഡിയം റെലവൻസ് ആണ് ഉള്ളത്. യൂണിറ്റ് 3 സെൻട്രൽ ടെൻഡൻസി, അരിത്തമെറ്റിക് മീൻ, മീഡിയൻ, മോഡ്, അതൊക്കെ നമുക്ക് 13 പ്രാവശ്യമാണ് അപ്പിയർ ചെയ്ത് കണ്ടിട്ടുള്ളത്. അത് ഹൈ കാറ്റഗറിയിൽ നമുക്ക് പറയാൻ പറ്റും. യൂണിറ്റ് 4 വേരിയേഷൻസ് ആൻഡ് സ്ക്യൂനെസ് എന്ന് പറയുന്നത്, അതായത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, ക്വാർട്ടൈൽ ഡീവിയേഷൻ, സ്ക്യൂനെസ്, റേഞ്ച്, അതൊക്കെ 10 പ്രാവശ്യം ചോദിച്ചു കണ്ടിട്ടുണ്ട്, ഹൈ റെലവെന്റ് ഏരിയയിൽ വരുന്നതാണ്. ബ്ലോക്ക് 2 യൂണിറ്റ് 5 പ്രോബബിലിറ്റി എന്ന് പറയുന്നത് അപ്രോച്ചസ് ടു പ്രോബബിലിറ്റി എന്ന് പറയുന്ന ടോപ്പിക്ക് 9 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്, മീഡിയം കാറ്റഗറി ആണ്. യൂണിറ്റ് 6 ഡിസ്ക്രീറ്റ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് നമുക്ക് ബൈനോമിയൽ അല്ലെങ്കിൽ പോയിസൺ ഒക്കെ പോർഷൻ വരുന്നത് 5 പ്രാവശ്യമാണ് ചോദിച്ചിട്ടുള്ളത്, മീഡിയം കാറ്റഗറി ആണ്. യൂണിറ്റ് 7 കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷൻ, നമുക്ക് നോർമൽ ഡിസ്ട്രിബ്യൂഷന്റെ ഒരു പോർഷൻ ഉണ്ടല്ലോ ആ ടോപ്പിക്കില്, 6 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്, മീഡിയം കാറ്റഗറി ആണ്. യൂണിറ്റ് 8 ഡിസിഷൻ തിയറി, അതായത് ഡിസിഷൻ ട്രീ, മാർജിനൽ അനാലിസിസ്, അങ്ങനെ വരുന്ന പോർഷൻസ് 12 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്, അത് ഹൈ കാറ്റഗറി ഏരിയയിലാണ് വരുന്നത്.
ബ്ലോക്ക് 3 യൂണിറ്റ് 9 സാമ്പിളിംഗ് എന്ന് പറയുന്നത് പ്രോബബിലിറ്റി ആൻഡ് നോൺ പ്രോബബിലിറ്റി എന്ന് പറയുന്ന ടോപ്പിക് അതിനകത്ത് വരുന്നതാണ്. അതായത് 10 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. ഹൈ കാറ്റഗറി ആണ്. ദെൻ യൂണിറ്റ് 10 സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ, അതായത് സെൻട്രൽ ലിമിറ്റ്സ് തിയറം, ടി ആൻഡ് ഇസഡ് ടെസ്റ്റ് ഒക്കെ, ടി ടെസ്റ്റും ഇസഡ് ടെസ്റ്റും ഒക്കെ ഇല്ല, അതൊക്കെ 8 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. മീഡിയം കാറ്റഗറി ആണ്. ഹൈപ്പോത്തസിസ് ടെസ്റ്റിങ്ങിന്റെ പോർഷൻ, അതായത് പ്രൊസീജിയർ, പി വാല്യൂ കണ്ടുപിടിക്കുന്നത്, എറേഴ്സ് കണ്ടുപിടിക്കുന്നത്, ഇത് 9 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. മീഡിയം കാറ്റഗറി ആണ്. ദെൻ യൂണിറ്റ് 12 വരുന്നത് സ്ക്വയർ ടെസ്റ്റ് ആണ്. അതിനകത്ത് ഗുഡ്നെസ് ഓഫ് ഇറ്റ്, ഇൻഡിപെൻഡൻസ്, ഇതൊക്കെ 7 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. മീഡിയം കാറ്റഗറി ആണ് വരുന്നത്. ദെൻ ബ്ലോക്ക് 4 ലാസ്റ്റ് ബ്ലോക്കിലെ യൂണിറ്റ് 13 ഫോർകാസ്റ്റിംഗ് മെത്തേഡ്സ് ആൻഡ് ആപ്ലിക്കേഷൻസ് 6 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. മീഡിയം കാറ്റഗറി ആണ്. യൂണിറ്റ് 14 കോറിലേഷൻ, റാങ്ക് കോറിലേഷൻ, അങ്ങനത്തെ പോർഷൻസ് 10 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. ഹൈ കാറ്റഗറി ആണ്. യൂണിറ്റ് 15 റിഗ്രഷനിലെ സിമ്പിൾ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ റിഗ്രഷന്റെ ഒക്കെ പോർഷൻ 6 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. മീഡിയം കാറ്റഗറി ആണ്. യൂണിറ്റ് 16 ടൈം സീരീസ്, ഡീകമ്പോസിഷൻ, ബോക്സ് ജെങ്കീസ് എന്നൊക്കെ പറയുന്നത് 5 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. മീഡിയം കാറ്റഗറി ആണ്. അപ്പം 10 പ്രാവശ്യത്തിൽ കൂടുതലോ ചോദിച്ചിട്ടുള്ളതിന് നമ്മൾ ഹൈ കാറ്റഗറിയും, 5 തൊട്ട് 9 വരെ പ്രാവശ്യം ചോദിച്ചിരുന്ന മീഡിയം കാറ്റഗറിയും, 5 താഴെ പ്രാവശ്യം ചോദിച്ചേക്കുന്നതിന് നമ്മൾ ലോ കാറ്റഗറി എന്നായിട്ട് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ നമ്മുടെ ഈ ഒരു ടോപ്പിക്സിലെല്ലാം തന്നെ നമ്മളൊരു ലോ കാറ്റഗറി ടോപ്പിക്സ് ഇതുവരെ കണ്ടില്ല അല്ലെ. അപ്പൊ എല്ലാത്തിനും അതിൻ്റെതായ ഹൈയും മീഡിയം ഇമ്പോർട്ടൻസ് തന്നെയാണ് ഈ ഒരു എല്ലാ ബ്ലോക്കിലും നമുക്ക് കവർ ചെയ്യാനുള്ളത്. ദെൻ അതിന്റെ ബേസിസിൽ നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമ്മൾ ബ്ലോക്ക് 1 നിന്നാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് ഒക്കെ വന്ന് കണ്ടിട്ടുള്ളത്. ദെൻ ബ്ലോക്ക് 3യും പിന്നെ ബ്ലോക്ക് 2, ദെൻ ബ്ലോക്ക് 4 എന്ന രീതിയിലാണ് നമ്മുടെ ക്വസ്റ്റ്യൻസ് അപ്പിയർ ചെയ്തിരിക്കുന്ന ഒരു ടെൻഡൻസി കാണുന്നത്. അതിന്റെ തന്നെ ഒരു ഹീറ്റ് മാപ്പ് ആണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു അനാലിസിസിന്റെ ബേസിസിൽ നമ്മുടെ ടോപ്പ് 3 ടോപ്പിക്സ് അല്ലെങ്കിൽ ഹൈയൽഡ് ടോപ്പിക്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി ബ്ലോക്ക് 1 യൂണിറ്റ് 3 ആണ് വരുന്നത്. അത് ഏറ്റവും കൂടുതൽ ഹൈ റേഞ്ചിൽ വരുന്ന ഇമ്പോർട്ടൻസ് വരുന്ന ഒരു പോർഷൻ ആണ്. ദെൻ ഡിസിഷൻ തിയറി ബ്ലോക്ക് 2 യൂണിറ്റ് 8 ആണ് വരുന്നത്. ദെൻ കോറിലേഷൻ അനാലിസിസ്, അത് ബ്ലോക്ക് 4 യൂണിറ്റ് 14 ആണ് വരുന്നത്. അതെന്താണ്, പ്രാക്ടിക്കൽ ബേസ്ഡ് ആയിട്ടൊക്കെ വരുന്ന പ്രോബ്ലംസ് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കോറിലേഷന്റെ ഭാഗം. അങ്ങനെ ഇത് ഇത്രയുമാണ് ടോപ്പ് 3 ടോപ്പിക്സ് എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്. മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി, അതായത് മീൻ, മീഡിയൻ, മോഡൊക്കെ വരുന്നത്. ദെൻ ഡിസിഷൻ തിയറി, അതിനകത്ത് ഡിസിഷൻ ട്രീ അനാലിസിസും കാര്യങ്ങളും വരുന്നുണ്ട്. 10 to 20 മാർക്സിന് ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉണ്ട്. ദെൻ കോറിലേഷൻ, അത് കാൽക്കുലേഷൻസും കാര്യങ്ങളും ഒക്കെ വരും. സ്കാറ്റേഴ്സ്, സിഗ്നിഫിക്കൻസ്, സ്കാറ്റർ ഡയഗ്രാം എന്ന് പറയുന്ന പോർഷൻസ് എല്ലാം ആ ഒരു യൂണിറ്റിലാണ് വരുന്നത്. അപ്പൊ ഇത് ഇത്രയുമാണ് ടോപ്പ് 3 ടോപ്പിക്സ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. ഇനി നമ്മുടെ ക്വസ്റ്റ്യൻസിന്റെ എക്സാം പാറ്റേൺ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസിന്റെ ഒരു പാറ്റേൺ നോക്കിക്കഴിഞ്ഞാൽ എസ്ഐ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട് 15 to 20 മാർക്സിന്. അത് എക്സ്പെക്ട് ചെയ്യുന്നത് 350 to 450 വേർഡ്സിൽ നമ്മൾ എന്ത് ചെയ്യണം, ആൻസേഴ്സ് പ്രസന്റ് ചെയ്യണം. ദെൻ ന്യൂമറിക്കൽ പ്രോബ്ലംസ് ചോദിക്കുന്നത് 10 to 15 മാർക്സിനാണ്. സ്റ്റെപ്സ് ആയിട്ടും അല്ലെങ്കിൽ ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ചെയ്യുന്ന രീതിയിൽ വേണം നമ്മൾ അതിന്റെ ആൻസേഴ്സ് പ്രസന്റ് ചെയ്യാൻ. ദെൻ ചോദിക്കാനുള്ളത് ഷോർട്ട് നോട്ട്സ് ആണ്. 5 to 7 മാർക്സിനാണ് സാധാരണ ചോദിക്കുന്നത്. 80 to 120 വേർഡ്സിനാണ് അത് പ്രസന്റ് ചെയ്യേണ്ടത്. ദെൻ കേസ് ബേസ്ഡ് അല്ലെങ്കിൽ അപ്ലൈഡ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അത് 10 to 15 മാർക്സിന് ചോദിക്കാറുണ്ട്. 150 to 200 വേർഡ്സിനാണ് അത് സാധാരണ ആൻസർ നമ്മൾ അപ്പിയർ ചെയ്യുന്നത്. MCQs, അതായത് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ഒക്കെ ചോദിക്കുന്നുണ്ട്. അത് 2 to 3 മാർക്സിനാണ് സാധാരണ ചോദിക്കുന്നത്. അത് 1 സെന്റൻസിലാണ് അവർ ആൻസേഴ്സ് എക്സ്പെക്ട് ചെയ്യുന്നത്. ദെൻ ടേബിൾ ടൈപ്പ് അല്ലെങ്കിൽ ഡാറ്റ അനാലിസിസ് ക്വസ്റ്റ്യൻസ് സാധാരണ ചോദിക്കും. അത് 8 to 10 മാർക്സിനാണ് സാധാരണ ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരുന്നത്. അതിനകത്ത് ടേബിളും നമ്മൾ വരച്ച് പ്രിപ്പയർ ചെയ്യേണ്ടി വരും. അതുപോലെ 50 to 100 വേർഡ്സിന് നമ്മൾ ആൻസേഴ്സ് പ്രസന്റ് ചെയ്യേണ്ടി വരും. അപ്പൊ ആ രീതിയിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യുക. അപ്പൊ അതിന്റെ തന്നെ ഒരു ഡീറ്റെയിൽ ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ എസ്ഐ ടൈപ്പ് ക്വസ്റ്റ്യൻസിൽ 50 to 20 മാർക്സ് ആണ് വരുന്നത്. അത് ഇൻ ഡെപ്ത് ആയിട്ടുള്ള ഡിസ്കഷൻസും കോർ കൺസെപ്റ്റും കമ്പാരിറ്റീവ് അനാലിസിസും എല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്ത് വേണം നമ്മൾ അതിനകത്ത് ആൻസേഴ്സ് പ്രസന്റ് ചെയ്യാൻ. 350 to 450 വേർഡ്സിൽ നമ്മൾ പ്രസന്റ് ചെയ്യേണ്ടി വരും. ന്യൂമറിക്കൽ പ്രോബ്ലംസ് വരുമ്പോൾ എന്താണ്, നമ്മൾ അതിന്റെ സ്റ്റെപ്സും കാര്യങ്ങളും എല്ലാം ഇൻ ഡെപ്ത് ആയിട്ട് കൊടുത്തിട്ട് വർക്കിംഗ് നോട്ട്സും എല്ലാം കാണിച്ചുകൊണ്ട് എക്സ്പ്ലനേഷൻ, ചെറിയൊരു എക്സ്പ്ലനേഷൻ ഒക്കെ കൊടുത്ത് നമ്മൾ എഴുതേണ്ടി വരും. ഷോർട്ട് നോട്ട്സ് വരുമ്പോൾ എന്താണ്, കറക്റ്റ് എന്താണ് മിനി എസ്സേ എന്ന രീതിയിൽ തന്നെ നമ്മൾ പ്രസന്റ് ചെയ്യേണ്ടി വരും. കേസ് ബേസ്ഡ് അല്ലെങ്കിൽ അപ്ലൈഡ് ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്തും അതും മിനി കേസ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. കേസ് സ്റ്റഡി വരത്തില്ലേ, അതുപോലത്തെ രീതിയിൽ. അപ്പൊ ബിസിനസ് സിനാരിയോസും ഡേറ്റാസും ഒക്കെ കൊടുത്ത് വേണം അത് പ്രസന്റ് ചെയ്യാൻ. ദെൻ ഇത് ഇത്രയുമാണ് നമ്മളുടെ ആ ഒരു ക്വസ്റ്റ്യൻസ് ടൈപ്പ് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് പാറ്റേൺ ടൈപ്പ് പറയാൻ പറ്റുന്നത്. ദെൻ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നോക്കിക്കഴിഞ്ഞാൽ ബ്ലോക്ക് 1 നിന്ന് ഇത്രയും നാളത്തെ, അതായത് December 22 തൊട്ട് നമ്മളുടെ December 24 വരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോൾ 29% ക്വസ്റ്റ്യൻസും വന്നിരിക്കുന്നത്
അല്ലെങ്കിൽ മാർക്ക് വന്നിരിക്കുന്നത് ബ്ലോക്ക് 1 പോർഷനിൽ നിന്നും ബ്ലോക്ക് 2 നിന്ന് 21% മാർക്കിനും ബ്ലോക്ക് 3 നിന്ന് 26% മാർക്കിനും ബ്ലോക്ക് 4 നിന്ന് 25% മാർക്കിനുമാണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. അപ്പൊ ഏറ്റവും കൂടുതൽ ചോദിച്ചു കണ്ടിട്ടുള്ളത് ബ്ലോക്ക് 1 ദെൻ ബ്ലോക്ക് 3 പിന്നെ ബ്ലോക്ക് 4 ബ്ലോക്ക് 2 എന്ന രീതിയിലാണ് ഇപ്പൊ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ മാർക്ക് ക്വസ്റ്റ്യൻസിന് വന്ന് കണ്ടിട്ടുള്ളത്. അപ്പൊ ആ രീതിയിൽ നിങ്ങൾ പോർഷൻസ് കവർ ചെയ്യുക. നിങ്ങൾ ഇഗ്നോയിൽ ജോയിൻ ചെയ്തിട്ടുള്ള ഒരാളാണോ, അല്ലെങ്കിൽ ഇഗ്നോയിൽ ജോയിൻ ചെയ്ത് ഡിഗ്രി പി ജി ഒക്കെ തന്നെ കംപ്ലീറ്റ് ചെയ്യണം ആഗ്രഹിക്കുന്ന ഒരാളാണോ? ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺവൈസ് പ്ലാറ്റ്ഫോം. കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോം ആയിട്ടുള്ള ലേൺവൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച, ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയ ഇഗ്നോയിൽ നിന്ന് നിങ്ങൾക്ക് ഡിഗ്രി, പി ജി, MBA എല്ലാം നേടാം. ഇഗ്നോ നൽകി വരുന്ന 36ഓളം വരുന്ന പ്രോഗ്രാമുകളിൽ നിങ്ങൾക്ക് ആവശ്യമായുള്ള ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയറിന് ആവശ്യമായുള്ള ഫുൾ സപ്പോർട്ട് ലേൺവൈസിൽ അവൈലബിൾ ആണ്. തങ്ങളുടെ എല്ലാ ലേണേഴ്സിനും കൃത്യമായ മെന്റർഷിപ്പോട് കൂടി കോംപ്രിഹെൻസീവ് ആയ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്ന ലേൺവൈസിന്റെ സവിശേഷതകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. ലേൺവൈസിൽ നിന്ന് പഠിച്ചിറങ്ങിയവരുടെയും അതുപോലെ നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുടെയും എക്സ്പീരിയൻസ് അറിയുന്നതിനായിട്ട് എത്രയും പെട്ടെന്ന് ലേൺവൈസ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. അവിടെ നിങ്ങൾക്ക് ഒരുപാട് വീഡിയോസ് അവൈലബിൾ ആണ്. ലേൺവൈസിനെ പറ്റി കൂടുതൽ മനസ്സിലാക്കുന്നതിനായിട്ട് എത്രയും പെട്ടെന്ന് താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സപ്പ് വഴിയോ കോൾ വഴിയോ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. ദെൻ ഒരു പാറ്റേൺ ഹൈലൈറ്റ്സ് നോക്കിക്കഴിഞ്ഞാല് എങ്ങനത്തെ പാറ്റേൺസ് ആണ് ക്വസ്റ്റ്യൻസ് വന്നേക്കുന്നതെന്ന് അതിനകത്ത് മെയിൻ ആയിട്ട് വന്നിരിക്കുന്നത് നോക്കുക. ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അതൊരു ഓവറോൾ കുറച്ച് നമുക്ക് എന്താണ് കുറെ ക്വസ്റ്റ്യൻസ് സാധാരണ ചോദിക്കാറുണ്ട്. കാരണം നമ്മളുടെ QT അല്ലേ, QT വരുമ്പോൾ എന്തായിരിക്കും നമ്മൾക്ക് പാറ്റേൺ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് ആണ് കൂടുതൽ ചോദിക്കാൻ ചാൻസ്, അല്ലെങ്കിൽ അതിനും ഇമ്പോർട്ടൻസ് ഉണ്ട്. തിയറി മാത്രമല്ല ചോദിക്കുന്നത് എന്ന രീതിയിൽ തന്നെ എക്സ്പെക്ട് ചെയ്യുക. പിന്നെ കേസ് ബേസ്ഡ് ആയിട്ടുള്ള അപ്ലൈഡ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. 15% പണ്ടുണ്ടായിരുന്നത് 20% കേസ് ബേസ്ഡ് സ്റ്റഡീസ് ചോദിക്കുന്നു, ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിൽ കൂടുതൽ ഫോക്കസ് ചെയ്യണം. SI ടൈപ്പ് ക്വസ്റ്റ്യൻസിലും സ്ലോലി ഡിക്ലൈൻ, നമ്മൾ എന്താണ് SI ടൈപ്പ് ക്വസ്റ്റ്യൻസ് കുറച്ച് കുറഞ്ഞതായിട്ട് നമുക്ക് കാണാം. അതായത് പണ്ട് ചോദിക്കുന്നതിന് ഇത്രയും കാണുന്നില്ല, പക്ഷെ ചോദിക്കുന്നുണ്ട്. അപ്പം കൂടുതൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ന്യൂമറിക്കലും കേസ് ബേസ്ഡ് ആയിട്ടുള്ള സ്റ്റഡീസും ശ്രദ്ധിക്കുക കേട്ടോ. അപ്പം നമ്മൾ ടൈം മാനേജ്മെന്റ് എങ്ങനെ ചെയ്യണമെന്ന്, അതായത് 180 മിനിറ്റ്സ് ആണ് നോർമലി നമുക്കുള്ള 3 മണിക്കൂറാവുള്ളത് അല്ലെ. 100 മാർക്സിന് 3 hours ആണ് നമുക്കുള്ളത്. അതിൽ SI ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു 30% ക്വസ്റ്റ്യൻസ് ചോദിച്ചാൽ അതിനൊരു 54 മിനിറ്റ് 54 മിനിറ്റ്സ് ആ SIസിന് വേണ്ടി സ്പെൻഡ് ചെയ്യുക. 2 to 3 SIs കാണും ചിലപ്പം. 80 മിനിറ്റ്സ് വെച്ചിട്ട് ഓരോന്നിനും വെച്ച് നമ്മൾ ഒന്ന് അറേഞ്ച് ചെയ്ത് മാറ്റി വെക്കുക, അലോട്ട് ചെയ്യുക. പിന്നെ ന്യൂമറിക്കൽ പ്രോബ്ലംസ് ഒരു 30% ക്വസ്റ്റ്യൻസ് ന്യൂമറിക്കൽ പ്രോബ്ലംസ് ആണെങ്കിൽ അതിനൊരു 54 മിനിറ്റ്സ് അതിനും കവർ ചെയ്യാൻ വെക്കുക. അതിന് ഒരു 18 മിനിറ്റ്സ് വെച്ചിട്ട് അതിനും ഓരോന്ന് വരുന്ന രീതിയിൽ നോക്കുക. ദെൻ കേസ് ബേസ്ഡ് സ്റ്റഡീസ്, അതായത് 18% ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ കേസ് ബേസ്ഡ് സ്റ്റഡീസ് ആയിരിക്കും വരാൻ ചാൻസ്. അങ്ങനെയെങ്കിൽ അതിനൊരു 32 മിനിറ്റ്സ് എന്ന രീതിയിൽ അതിന് ഒന്ന് ആവറേജ് ടൈം കൊടുക്കുക. ദെൻ അതിനൊരു 16 മിനിറ്റ്സ് വെച്ചിട്ട് 1-2 ക്വസ്റ്റ്യൻസ് സാധാരണ ചോദിക്കത്തുള്ളൂ. അതനുസരിച്ച് 32 മിനിറ്റ്സ് എന്ന രീതിയിൽ ഒന്ന് അലോട്ട് ചെയ്യുക. ദെൻ ഷോർട്ട് നോട്ട്സ് ഒരു 20% ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉണ്ട്. അതിന് ഒരു 36 മിനിറ്റ്സ് ഷോർട്ട് നോട്ട്സ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി വെക്കുക. ദെൻ ലാസ്റ്റിൽ ബഫറിങ്, അതായത് നമുക്കൊരു റിവ്യൂ നോക്കാൻ വേണ്ടി മൊത്തത്തിൽ ഈ ക്വസ്റ്റ്യൻസ് ഇത്രയും രീതിയിൽ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു 2% സമയം, അല്ലെങ്കിൽ ഒരു 4 മിനിറ്റ് 5 മിനിറ്റോളം നമുക്ക് എന്താ ചെയ്യും, ലാസ്റ്റ് ഒരു കുറച്ച് എക്സ്ട്രാ ടൈം കിട്ടും, 5-10 മിനിറ്റ് കിട്ടും. അത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ എഴുതിയിരിക്കുന്ന ആൻസേഴ്സ് ഒക്കെ കറക്റ്റ് ആണോ ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യുക. നമ്പർ ഒക്കെ കറക്റ്റ് ആയിട്ട് ഇട്ടിട്ടുണ്ടോ, എല്ലാം അറ്റൻഡ് ചെയ്തിട്ടുണ്ടോ എന്നത് നമുക്കൊന്ന് ഓവറോൾ ചെക്ക് ചെയ്യാനുള്ള ഒരു ടൈമായിട്ട് ലാസ്റ്റിൽ അതിനെ എടുക്കുക. എന്ന രീതിയിൽ നമുക്കൊന്ന് ടൈം മാനേജ് ചെയ്യും. ടൈം കറക്റ്റ് ആയിട്ട് മാനേജ് ചെയ്താൽ തന്നെ നമുക്ക് എല്ലാ ക്വസ്റ്റ്യൻസും ആൻസർ ചെയ്യാനും എല്ലാം വിട്ടുപോകാതെ കറക്റ്റ് ആയിട്ടൊക്കെ ഒന്ന് ക്രോസ് ചെക്ക് ചെയ്ത് എല്ലാം ഒന്ന് അറ്റൻഡ് ചെയ്യാനുള്ള ഒരു സമയം നമുക്ക് കിട്ടും. അപ്പൊ ആ രീതിയിൽ നല്ല രീതിയിൽ ടൈം മാനേജ് ചെയ്ത് വെറുതെ ടെൻഷൻ അടിച്ചിട്ട് വെറുതെ അറിയാവുന്നത് എഴുതി വെക്കാൻ പറ്റാത്തൊരവസ്ഥ, അല്ലെങ്കിൽ ആവശ്യമില്ലാതെ ആലോചിച്ച് സമയം കളയുന്ന ഒരവസ്ഥ വരുത്താതെ കറക്റ്റ് രീതിയിൽ ടൈം മാനേജ് ചെയ്ത് എക്സാം എഴുതാൻ നോക്കുക. ദെൻ നമ്മുടെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ റെക്കറിംഗ് ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ് എന്തൊക്കെയാണെന്ന് നോക്കുക. ടോപ്പ് 10 റെക്കറിംഗ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ, എക്സ്പ്ലെയിൻ ദ കൺസെപ്റ്റ് ഓഫ് അരിത്തമെറ്റിക് മീൻ, ഇലിസ്ട്രേറ്റ് വിത്ത് എക്സാമ്പിൾസ്. അരിത്തമെറ്റിക് മീൻ എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക, എക്സാമ്പിൾസ് ഒക്കെ അത് 9 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ പ്രൈമറി ആൻഡ് സെക്കൻഡറി ഡേറ്റ, ഗീവ് സ്യൂട്ടബിൾ എക്സാമ്പിൾസ്. പ്രൈമറി ഡേറ്റയും സെക്കൻഡറി ഡേറ്റയും ഡിഫറൻസ് എഴുതാനാണ് 8 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. എല്ലാത്തിനകത്തും എക്സാമ്പിൾസ് ചോദിച്ചിട്ടുണ്ട്. എക്സാമ്പിൾസ് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ എക്സാമ്പിൾസും ഇൻക്ലൂഡ് ചെയ്യാൻ നിങ്ങൾ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കുക. ഇല്ല എങ്കിൽ മാർക്ക് കട്ടാകും.
എത്ര എഴുതി വെച്ചാലും അതിന് മാത്രമേ മാർക്ക് കിട്ടത്തുള്ളൂ. എക്സാമ്പിളിന് ഒരു മാർക്ക് അവര് 1 മാർക്ക് അല്ലെ 2 മാർക്ക് അലോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ മാർക്ക് നമുക്ക് കിട്ടാതെ വരും. അപ്പൊ എക്സാമ്പിൾസും കൂടി ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കുക. ദെൻ തേർഡ് പോയിന്റ് ടോപ്പിക് എന്ന് പറയുന്നത് ഡിസ്ക്രൈബ് ദ വേരിയസ് മെത്തേഡ്സ് ഓഫ് കളക്ടിങ് പ്രൈമറി ഡേറ്റ ആണ്. അത് 8 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. ഡിസ്കസ് ദ ആപ്ലിക്കേഷൻസ് ഓഫ് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് ഇൻ മാനേജ്മെന്റ് ആണ്. അത് 8 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. ദെൻ വാട്ട് ഈസ് chi-square ഡിസ്ട്രിബ്യൂഷൻ, who is it used in testing independence of data, അത് ചോദിച്ചിട്ടുണ്ട്. അത് നമുക്ക് 7 പ്രാവശ്യമാണ് ചോദിച്ചു കണ്ടിട്ടുള്ളത് ഈ ഒരു ടോപ്പിക്ക്. Then explain the different approaches to probability theory, 7 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. Then what is the mode and model class, state the formal for mode from grouped data, അത് 7 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. Then വരുന്നത് bring out the similarities and difference between stratified and cluster sampling, അത് 6 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. What do you understand by decision theory, explain the decision tree approach, അത് 6 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. Then last one, explain correlation and distribution between different types of correlation, അത് 6 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. ഇത് ഇത്രയുമാണ് ടോപ്പ് 10 ടോപ്പിക്സ് എന്ന് പറയുന്നത്. ഈ ടോപ്പിക്സിന്റെ ബേസ് ആയിട്ട് അതിന്റെ ഏത് ബ്ലോക്ക് ആണ്, ഏത് യൂണിറ്റിലാണ്, എത്ര മാർക്കിനാണ് വന്നെന്നുള്ളൊരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു ടേബിൾ നോക്കാം. ഫസ്റ്റ് വൺ ചോദിച്ചിരുന്നത് അരിത്തമെറ്റിക് മീൻ ആയിരുന്നു വിത്ത് എക്സാമ്പിൾ. അത് ബ്ലോക്ക് 1-ലെ യൂണിറ്റ് 3-ലാണ് വരുന്നത്. 9 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. ആവറേജ് 10 മാർക്സിനാണ് ചോദിച്ചിട്ടുള്ളത്. ദെൻ പ്രൈമറി വേഴ്സസ് സെക്കൻഡറി ഡേറ്റ ആയിരുന്നു. അത് ബ്ലോക്ക് 1-ലെ യൂണിറ്റ് 1 ആണ്. 8 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. 10 മാർക്സ് ആണ് ആവറേജ്. ദെൻ മെത്തേഡ്സ് ഓഫ് കളക്ടിങ് പ്രൈമറി ഡേറ്റ ബ്ലോക്ക് 1-ലെ യൂണിറ്റ് 1 ആണ്. 8 പ്രാവശ്യം അപ്പിയർ ചെയ്തിട്ടുണ്ട്. 10 മാർക്കാണ് ആവറേജ്. ആപ്ലിക്കേഷൻസ് ഓഫ് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് ഇൻ മാനേജ്മെന്റ് ബ്ലോക്ക് 4-ലെ യൂണിറ്റ് 13 ആണ്. 8 പ്രാവശ്യം വന്നിട്ടുണ്ട്. 10 മാർക്കാണ് ആവറേജ് വരുന്നത്. chi-square ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് ഇൻഡിപെൻഡൻസ് ബ്ലോക്ക് 3-ലെ യൂണിറ്റ് 12 ആണ്. 7 പ്രാവശ്യം വന്നിട്ടുണ്ട്. ആവറേജ് 12 മാർക്കിനാണ് ചോദിച്ചിട്ടുള്ളത്. അപ്രോച്ചസ് ടു പ്രോബബിലിറ്റി തിയറി ബ്ലോക്ക് 2-ലെ യൂണിറ്റ് 5 ആണ്. 7 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. 10 മാർക്സ് ആണ് ആവറേജ്. മോഡ് ആൻഡ് മോഡൽ ക്ലാസ് എന്ന് പറയുന്ന ഫോർമുല സഹിതം എഴുതാനുള്ള ബ്ലോക്ക് 1-ലെ യൂണിറ്റ് 3 ആണ്. അപ്പിയറൻസ് 7 പ്രാവശ്യമാണ്. ആവറേജ് 8 മാർക്സിനാണ്. സ്ട്രാറ്റിഫൈഡ് വെസൽ ക്ലസ്റ്റർ സാമ്പിളിങ്സ്, അതായത് ബ്ലോക്ക് 3-ലെ യൂണിറ്റ് 9 ആണ്. 6 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. 10 മാർക്കിനാണ് ചോദ്യങ്ങൾ വന്നിട്ടുള്ളത്. ഡിസിഷൻ തിയറി ആൻഡ് ഡിസിഷൻ ട്രീ അപ്രോച്ച് ബ്ലോക്ക് 2-ലെ യൂണിറ്റ് 8 ആണ്. 6 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. 10 മാർക്കിനാണ് ആവറേജ് വന്നിട്ടുള്ളത്. ദെൻ കോറിലേഷൻ ആൻഡ് ടൈപ്സ് ബ്ലോക്ക് 4-ലെ യൂണിറ്റ് 14 ആണ്. 6 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. ആവറേജ് 10 മാർക്സിനാണ് വന്നിട്ടുള്ളത്. ദെൻ സ്ട്രാറ്റജിക് അഡ്വൈസ് പാനൽ എന്ന് പറയാനുള്ളത്, അതായത് നമുക്ക് നിങ്ങളോട് സജസ്റ്റ് ചെയ്യാനുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ റെക്കറിംഗ് ക്വസ്റ്റ്യൻസ് ഒക്കെ അറ്റ്ലീസ്റ്റ് 2 പ്രാവശ്യമെങ്കിലും നിങ്ങളൊന്ന് കവർ ചെയ്ത് ഒരു സമയം എടുത്ത് നിങ്ങൾ അതൊന്ന് ജസ്റ്റ് ഔട്ട്ലൈൻ ഒക്കെ നോക്കി ഒന്ന് എഴുതുക. എന്തായിരിക്കണം അതിനകത്ത് എഴുതേണ്ടത്, എങ്ങനെ എഴുതണം എന്നൊക്കെയുള്ള ഒരു ഐഡിയ നിങ്ങൾ ആക്കിയെടുക്കുക. ദെൻ ഹൈ മാർക്ക് ക്വസ്റ്റ്യൻസ്, അതായത് 10-ൽ കൂടുതൽ മാർക്ക് വരുന്ന ക്വസ്റ്റ്യൻസിലൊക്കെ കൂടുതൽ ഡെഫിനേഷൻസും അല്ലെങ്കിൽ എക്സ്പ്ലനേഷൻസും പ്രാക്ടിക്കലും അല്ലെങ്കിൽ എക്സാമ്പിൾസും ഒക്കെ കൊടുത്ത് ബ്രീഫ് കൺക്ലൂഷൻ ആയിട്ട് തന്നെ എഴുതി നിങ്ങൾ പഠിച്ച് അല്ലെങ്കിൽ അതൊന്ന് ആ രീതിയിൽ തന്നെ പ്രിപ്പറേഷൻ ചെയ്യാൻ നോക്കുക. ദെൻ സമ്മറി ഷീറ്റ്സ്, അതായത് നമ്മളുടെ എന്തെങ്കിലും ഇതിനെയൊക്കെ ഒന്ന് മനസ്സിലാക്കുക, ജസ്റ്റ് ഒന്ന് പോയിന്റുകളൊക്കെ നോട്ട് ചെയ്ത്, ഇപ്പൊ നമ്മൾ പറയുന്നത് ഷോർട്ട് നോട്ട്സോ അല്ലെങ്കിൽ ഷോർട്ട് പോയിന്റ്സ് ഒക്കെ റിക്കളക്ട് ചെയ്യാൻ വേണ്ടി ഒന്ന് പെട്ടെന്ന് ഒരു നോട്ട്സോ കാര്യങ്ങളോ ഒക്കെ വെച്ച് ഒന്ന് റിവൈസ് ചെയ്യാൻ ഒരു ബെറ്റർ ഷീറ്റ്സും കാര്യങ്ങളും പ്രിപ്പയർ ചെയ്യുക. അപ്പൊ ഇത് ഇത്രയുമാണ് നമുക്ക് മെയിൻ ആയിട്ട് നോക്കാനുള്ളത്. ഇനി ടോപ്പ് 10 റിപ്പീറ്റ് ക്വസ്റ്റ്യൻസ് ഒരു 90% ചോദിക്കുന്നുണ്ട്. ബാക്കി പുറത്തുനിന്നുള്ള ക്വസ്റ്റ്യൻസ് ഒരു 10% ആണ് ഇപ്പൊ നിലവിൽ ചോദിച്ചു കാണുന്നത്. അപ്പം ഇനി നമ്മൾക്ക് ഇതിന്റെ ടോപ്പിക്കിന്റെ പ്രോബബിലിറ്റി നോക്കാം. അതായത് എത്രത്തോളം പ്രോബബിൾ ആണ് ഇനി ഈ ഒരു എക്സാമിന് ഇത് വരാൻ ചാൻസ്, അതായത് നമ്മളുടെ മുന്നോട്ടുള്ള എക്സാമിന് ഇത് വരാനുള്ള ചാൻസ് എത്രത്തോളം എന്ന് നോക്കാം. അതായത് ഫസ്റ്റ് ബ്ലോക്കിലെ യൂണിറ്റ് 3 അരിത്തമെറ്റിക് മീൻ ആൻഡ് മീഡിയൻ മോഡ് വരുന്നത് ഒരു 100% നമുക്ക് പ്രോബബിലിറ്റി ഉള്ള ഒരു ടോപ്പിക്കായിട്ട് പറയാൻ പറ്റും. അത് ഹൈ കാറ്റഗറിയിൽ നമുക്ക് പറയാം. കാരണം എന്താണ്, 7 പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പർ അവൈലബിൾ ആയതിൽ 7 എണ്ണത്തിനകത്ത് നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കണ്ടിട്ടുണ്ട്. ദെൻ യൂണിറ്റ് 1-ലെ പ്രൈമറി ആൻഡ് സെക്കൻഡറി ഡേറ്റ 86% പ്രോബബിലിറ്റി ഉണ്ട്. ഹൈ കാറ്റഗറി ആണ്. 7-ൽ 6 പ്രാവശ്യം ചോദിച്ചു കണ്ടിട്ടുണ്ട്. അടുത്ത മെത്തേഡ്സ് ഓഫ് കളക്ടിങ് ഡേറ്റ 86% പ്രോബബിലിറ്റി ഉണ്ട്. ഹൈ കാറ്റഗറി ആണ്. അതും 6 പ്രാവശ്യം ചോദിച്ചു കണ്ടിട്ടുണ്ട്. കോറിലേഷൻസ് ആൻഡ് ടൈപ്സ് 4th ബ്ലോക്കിലെ ആണ്. അത് 71% പ്രോബബിലിറ്റി ഉള്ളത്. ഹൈ കാറ്റഗറി ആണ്. 5 പ്രാവശ്യം ചോദിച്ചു കണ്ടിട്ടുണ്ട്. പ്രോബബിലിറ്റി അപ്രോച്ചസ് 2nd ബ്ലോക്കിലെ
അത് 71% പ്രോബിലിറ്റി ഉണ്ട്, ഹൈ കാറ്റഗറി ആണ്. ദെൻ ബ്ലോക്ക് 2 ഡിസിഷൻ തിയറി ആൻഡ് ഡിസിഷൻ ട്രീസ് അത് 57% ആണ്, മീഡിയം കാറ്റഗറി ആണ്, 4 പ്രാവശ്യമേ ചോദിച്ചു കണ്ടിട്ടുള്ളൂ. ദെൻ യൂണിറ്റ് ബ്ലോക്ക് 3 സ്ട്രാറ്റിഫൈഡ് വേഴ്സസ് ക്ലസ്റ്റർ സാമ്പിളിംഗ് അത് 57% ആണ് പ്രോബിലിറ്റി, മീഡിയം കാറ്റഗറി ആണ്, 4 പ്രാവശ്യമാണ് ചോദിച്ചു കണ്ടിട്ടുള്ളത്. ദെൻ കൈ സ്ക്വയർ ഡിസ്ട്രിബ്യൂഷൻ യൂണിറ്റ് 12 ആണ്, ബ്ലോക്ക് 3 57% ആണ് പ്രോബിലിറ്റി ഉള്ളത്, മീഡിയം കാറ്റഗറി ആണ്. ദെൻ ക്വസ്റ്റിനെയർ അല്ലെങ്കിൽ ഡിസൈൻ ടെസ്റ്റിംഗ് എന്ന് പറയുന്നത് പ്രീ ടെസ്റ്റിംഗ് എന്ന് പറയുന്നത് ബ്ലോക്ക് 1 യൂണിറ്റ് 1 ആണ്, 43% ചോദിച്ചു പ്രോബിലിറ്റി ഉള്ളൂ. അതിന് ഒരു മീഡിയം കാറ്റഗറി ആയിട്ട് പറയാൻ പറ്റും. ഒരു 3 റീസെന്റ് ക്വസ്റ്റ്യൻ പേപ്പറിൽ മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ ആ ഒരു ക്വസ്റ്റ്യൻ, അതുകൊണ്ടാണ് അതിനെ മീഡിയം ആയിട്ട് പറയുന്നത്. ദെൻ നമുക്ക് യൂണിറ്റ് 13 ആപ്ലിക്കേഷൻസ് ഓഫ് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് 43% പ്രോബിലിറ്റി ആണ്, മീഡിയം കാറ്റഗറി ആണ്, 3 പ്രാവശ്യം ചോദിച്ചിട്ടുള്ളൂ. സ്ക്യൂഡ് ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 43% ആണ്, മീഡിയം കാറ്റഗറി ആണ്, കാൽക്കുലേഷൻ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ്, 3 സെഷൻസിൽ മാത്രമേ ഇതുവരെ ചോദിച്ചു കണ്ടിട്ടുള്ളൂ. ദെൻ നമ്മൾ ഇനി പറയാൻ പോകുന്നത് ലോ കാറ്റഗറി വരുന്ന ക്വസ്റ്റ്യൻസ്, അതായത് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ 29% പ്രോബിലിറ്റി ഉള്ളൂ, ഇതുവരെ ചോദിച്ചു കണ്ടിട്ടില്ല പക്ഷെ ചാൻസ് ഉള്ള ഒരു പോർഷൻ ആണ്. സെൻട്രൽ ലിമിറ്റ് തിയറം അല്ലെങ്കിൽ സാമ്പിൾ ഡിസ്ട്രിബ്യൂഷൻ ഇതും എന്താണ് 29% ആണ് പ്രോബിലിറ്റി ഉള്ളത്, ഇതുവരെ ചോദിച്ചിട്ടില്ല പക്ഷെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇഗ്നോയിൽ ജോയിൻ ചെയ്ത ഒരാളാണോ നിങ്ങൾ, അല്ലെങ്കിൽ ഇഗ്നോയിൽ നിന്നൊരു ഡിഗ്രിയോ പി ജി ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ഒരാളാണോ, എങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺവൈസ് പ്ലാറ്റ്ഫോം. കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ ഇഗ്നോയിൽ നിന്ന് ഡിഗ്രി, PG, MBA ഒക്കെ നേടാം. 36ഓളം വരുന്ന പ്രോഗ്രാമുകൾ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയറിന് ആവശ്യമായിട്ടുള്ള ഫുൾ സപ്പോർട്ടും ലേൺവൈസിൽ അവൈലബിൾ ആണ്. തങ്ങളുടെ ഓരോ ലേണേഴ്സിനും കൃത്യമായ മെന്റർഷിപ്പോട് കൂടി കോംപ്രിഹെൻസീവായ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പുവരുത്തുന്ന ലേൺവൈസിന്റെ സവിശേഷതകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. ലേൺവൈസിൽ മുൻപ് പഠിച്ചതോ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ലേണേഴ്സിന്റെ എക്സ്പീരിയൻസിനെ കുറിച്ച് അറിയുന്നതിനായി ലേൺവൈസിന്റെ യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സന്ദർശിക്കാം. അവിടെ നിങ്ങൾക്ക് ധാരാളം വീഡിയോസ് കാണാനാകും. കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനായി താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൾ വഴിയോ വാട്സ്ആപ്പ് വഴിയോ ബന്ധപ്പെടാം. ദെൻ റിഗ്രഷൻ ആൻഡ് ടൈം സീരീസ് അത് 40% പ്രോബിലിറ്റി ഉള്ളൂ, ഏറ്റവും ലീസ്റ്റ് പ്രോബിലിറ്റി ഉള്ളത് ഈ ഒരു പോർഷൻ ആണ്, 4th ബ്ലോക്കിലാണ്. അത് ചോദിച്ചിട്ടില്ല പക്ഷെ മേ ബി ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു പോർഷൻ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും. ദെൻ ഇത് എന്തുകൊണ്ട് നമ്മൾ ഹൈ ലോ എന്ന് പറഞ്ഞത് അത്രയും റെക്കറിങ് നേച്ചർ നോക്കിയിട്ടാണ് ഹൈയും ലോയും മീഡിയം ഒക്കെ നമ്മൾ പറഞ്ഞത്. ദെൻ നമ്മൾ എങ്ങനെ പഠിക്കണം എന്ന് നമ്മൾ ഹൈ കാറ്റഗറി പറഞ്ഞിരിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു അല്ലെ, അർത്ഥമെറ്റിക് മീൻ, മീഡിയൻ, മോഡ്, പ്രൈമറി ആൻഡ് സെക്കൻഡറി ഡേറ്റ കളക്ഷൻസ് മെത്തേഡ്സ്, കോറിലേഷൻസ് ആൻഡ് ടൈപ്സ്, പ്രോബബിലിറ്റി ആൻഡ് അപ്രോച്ചസ്, ഇതൊക്കെ എന്ത് ചെയ്യുക, റിവൈസ് ഡെഫിനിഷൻസ് വേഴ്സസ് എന്താണ് നമ്മൾ ഫ്ലാഷ് കാർഡ് വയ നമ്മൾ എന്ത് ചെയ്യണം, ഇത് റിപ്പീറ്റ് ചെയ്ത് പഠിക്കുക. നമുക്ക് ഒരു റിവൈസ് ചെയ്യാനുള്ള ചെറിയ നോട്ട്സോ പോയിന്റ്സോ ഒക്കെ ആക്കി ഇതിനെ മാറ്റി വെക്കുക. ഫാസ്റ്റ് ന്യൂമറിക്കൽ ടോയ്സ് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ ടോയ്സ് ടൈം നമ്മൾ എന്ത് ചെയ്യുക, ഇത് സോൾവ് ചെയ്ത് അതായത് പ്രാക്ടിക്കൽ പ്രോബ്ലംസ് വർക്ക്ഔട്ട് ചെയ്ത് തന്നെ പഠിക്കാൻ നോക്കുക. എന്നിട്ട് പിയർ ഗ്രൂപ്പ് നമ്മളുടെ കൊളീഗ്സ് അല്ലെങ്കിൽ നമ്മുടെ ആരാണ് നമ്മളുടെ കൂടെ എന്തെങ്കിലും ഉള്ളത്, അപ്പൊ മറ്റുള്ളവർക്കൊന്ന് പറഞ്ഞു കൊടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് അത് ക്യാച്ച് ചെയ്യുന്ന പോലെ ആകും. ദെൻ മീഡിയം ടൈപ്പ് ക്വസ്റ്റ്യൻസ്, അതായത് മീഡിയം കാറ്റഗറിയിൽ വരുന്ന റെലവൻസ് വരുന്ന പ്രോബിലിറ്റി വരുന്ന ക്വസ്റ്റ്യൻസ്, ഡിസിഷൻ തിയറി ആൻഡ് ട്രീസ്, സ്ട്രാറ്റിഫൈഡ് വേഴ്സസ് ക്ലസ്റ്റർ സാമ്പിളിംഗ്, ഡിസ്ട്രിബ്യൂഷൻ, ക്വസ്റ്റിനെയർ ഡിസൈൻ അല്ലെങ്കിൽ പ്രീ ടെസ്റ്റിംഗ്, ദെൻ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ്, സ്ക്യൂനെസ് ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻസ്, ഇതൊക്കെ എന്ത് ചെയ്യുക, പ്രാക്ടീസ് എസ്സേസ് ഒക്കെ എഴുതി അല്ലെങ്കിൽ അതനുസരിച്ച് ടൈം മാനേജ് ചെയ്യാൻ വേണ്ടി പഠിക്കുകയും ക്വിക്ക് റെഫറൻസിന് വേണ്ടി സമ്മറി ഷീറ്റ്സും കാര്യങ്ങളും ഒക്കെ എഴുതി അല്ലെങ്കിൽ ഫോർമുല മാത്രം എഴുതി വെച്ചിട്ട് അതൊക്കെ റെഫർ ചെയ്യാൻ നോക്കുക. ആപ്ലിക്കേഷൻ സിനറിയോസ് ഒക്കെ വെച്ചിട്ട് അത് അറ്റംപ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള വർക്ക്ഔട്ട് ചെയ്യുക. എന്നാൽ ലോ കാറ്റഗറിയിൽ പറഞ്ഞതായിരുന്നു നോർമൽ ഡിസ്ട്രിബ്യൂഷൻ, സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ, റിഗ്രഷൻ അല്ലെങ്കിൽ ടൈം സീരീസ്. അതിന്റെ കീ സോൾഡ് ആയിട്ടുള്ള പോയിന്റ്സ് ആയിട്ട് നമ്മൾ റെഫർ ചെയ്യുക. എക്സാമ്പിൾസ് ഒക്കെ വെച്ചിട്ട് നമ്മൾ ഓരോ ക്വസ്റ്റ്യൻസ് ടോപ്പിക് വൈസ് ആയിട്ട് വെച്ചിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യുക. ലാസ്റ്റ് മിനിറ്റിൽ ഒന്ന് ഓടിച്ചിട്ട് നോക്കുന്ന പോലെ റീകോൾ ചെയ്യുന്ന പോലെ എന്ത് ചെയ്യുക, ഒന്ന് പോയിന്റ് ഒക്കെ ഒന്ന് റിവൈസ് ചെയ്ത് കവർ ചെയ്യാൻ ശ്രദ്ധിക്കുക. ദെൻ ഈ ഒരു അനാലിസിസിന്റെ ബേസിസിൽ നമുക്ക് പ്രഡിക്ട് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ഈ ഒരു സൈക്കിളിലേക്ക് നമുക്ക് പ്രഡിക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആണ് അടുത്ത് കൊടുത്തിരിക്കുന്നത്, പ്രഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ. കമ്മിങ് സൈക്കിളിൽ അല്ലെങ്കിൽ ഈ ഒരു ജൂൺ 2025 നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പർ. അപ്പം അത് നമുക്കൊന്ന് നോക്കാം. ജസ്റ്റ്
ഇതിൽ 100 മാർക്കിനാണ് ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത്. ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ് ഫോർ മാനേജറൽ ആപ്ലിക്കേഷൻസ് നമ്മുടെ സബ്ജക്റ്റിന്റെ പേര് വന്നിട്ടുണ്ട്. നമ്മളുടെ 100 മാർക്കിനാണ്, 3 മണിക്കൂറാണെന്ന് പറയുന്നുണ്ട്. അറ്റംപ്റ്റ് എനി 5 ക്വസ്റ്റ്യൻസ്. നമുക്ക് കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്, അതിൽ നിന്ന് 8 9 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? 5 ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യണം. എല്ലാത്തിനും ഈക്വൽ മാർക്സ് ആണ്. അപ്പൊ 20 മാർക്സ് വെച്ചിട്ടാണ് എല്ലാത്തിനും വന്നിരിക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. എക്സ്പ്ലെയിൻ ദ സ്യൂട്ടബിൾ എക്സാമ്പിൾസ് ഹൗ ദ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി മീൻ മീഡിയൻ മോഡ് ക്യാൻ ബി യൂസ്ഡ് ടു സമ്മറൈസ് ബിസിനസ് ഡേറ്റ. ഡിസ്കസ് അറ്റ്ലീസ്റ്റ് വൺ സിനാറിയോ വേർ ഈച്ച് മെഷർ ഈസ് പ്രിഫറബിൾ. നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതുണ്ട്. ദെൻ ബി പാർട്ട് ചോദിച്ചിരിക്കുന്നത് കാൽക്കുലേറ്റ് ദ മീഡിയൻ ആൻഡ് മോഡ് ഫോർ ദ ഫോളോയിങ് ഡേറ്റ സെറ്റ്. ക്ലാസ് ഇന്റർവൽ 10 to 20, 20 to 30, 30 to 40, 40 to 50, 50 to 60. ഫ്രീക്വൻസി 8, 16, 28, 15, 3. അത് ബ്ലോക്ക് 1 യൂണിറ്റ് 3 നിന്നുള്ള ഒരു പോർഷൻ ആണ്. മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി ആണ് അവിടെ മീൻ ചെയ്യുന്നത് പോർഷനെ. Then question number 2, distinguish between primary data and secondary data, providing 3 real world business examples for each. എക്സാമ്പിൾസ് സഹിതം അത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതുണ്ട്. ബി പാർട്ടിൽ ചോദിച്ചിരിക്കുന്ന ഡിസൈൻ എ ക്വസ്റ്റ്യനെയർ അറ്റ്ലീസ്റ്റ് ഓഫ് 6 items to collect primary data for a study of a customer satisfaction in ഓൺലൈൻ റീറ്റെയിൽ. ഇത് നമുക്ക് എളുപ്പം ചെയ്യാനല്ല. റീറ്റെയിൽ ട്രേഡിംഗുമായിട്ട് റിലേറ്റ് ചെയ്തുള്ള കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ അറിയാനുള്ള ഒരു ക്വസ്റ്റ്യനെയർ പ്രിപ്പയർ ചെയ്യുക, ഒരു അറ്റ്ലീസ്റ്റ് 6 ക്വസ്റ്റ്യൻസ് വെച്ചിട്ട്. ദെൻ തേർഡ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് കോറിലേഷൻ ഡസ് നോട്ട് ഇംപ്ലൈ കോസേഷൻ. എക്സ്പ്ലെയിൻ ദി സ്റ്റേറ്റ്മെന്റ്. അതിനെ ജസ്റ്റിഫൈ ചെയ്യുന്ന പോലെ ഗിവ് 2 പ്രാക്ടിക്കൽ ബിസിനസ് എക്സാമ്പിൾസ് വേർ കോറിലേഷൻ എക്സിസ്റ്റ് ബട്ട് കോസേഷൻ cannot be concluded. അത് എക്സ്പ്ലെയിൻ ചെയ്യുക. ബി പാർട്ടിൽ ചോദിച്ചിരിക്കുന്ന ഫോർ ദ ഫോളോയിങ് പെയേഴ്സ് ഓഫ് വാല്യൂസ് കാൽക്കുലേറ്റ് ദ പിയേഴ്സൺ കോറിലേഷൻ കോഎഫിഷ്യന്റ് ആൻഡ് ഇന്റർപ്രറ്റ് ദ റിസൾട്ട്. നമ്മൾ കണ്ടുപിടിക്കുകയും വേണം, അതിന്റെ റിസൾട്ട് ഇന്റർപ്രറ്റ് ചെയ്യുകയും ചെയ്യണം. എക്സ് വാല്യൂയും വൈ വാല്യൂയും കൊടുത്തിട്ടുണ്ട്. എക്സ് വാല്യൂ പറഞ്ഞിരിക്കുന്നത് 5, 9, 12, 17, 21, 24. വൈ കൊടുത്തിരിക്കുന്നത് 12, 18, 22, 28, 34, 40. അത് യൂണിറ്റ് 14 ബ്ലോക്ക് 4 യൂണിറ്റ് 14 കോറിലേഷന്റെ പാർട്ടാണ് വന്നിരിക്കുന്നത്. Then question number 4 വന്നിരിക്കുന്നത് outline the different approach to probability theory with appropriate examples from business decision making. ഡിയിൽ ചോദിച്ചിരിക്കുന്നത് the probability that a new product launch will be successful is 0.07 and the probability that a marketing campaign will be effective is 0.6. If both events are independent, find the probability that both will succeed. At least one will succeed. അത് രണ്ട് കേസിലും നമ്മൾ എന്ത് ചെയ്യണം? പ്രോബബിലിറ്റി കണ്ടുപിടിക്കണം. ബോത്ത് വിൽ സക്സീഡും കണ്ടുപിടിക്കണം, ബോത്ത് അറ്റ്ലീസ്റ്റ് വൺ വിൽ സക്സീഡും കണ്ടുപിടിക്കണം. അതിൽ ബ്ലോക്ക് 2 യൂണിറ്റ് 5 പ്രോബബിലിറ്റി തിയറിയാണ് ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത്. Then question number 5 വന്നിരിക്കുന്നത് explain the concept of decision tree analysis. Construct a simple decision tree for a firm deciding between 2 projects. അതില് പ്രൊജക്ട് എ പറഞ്ഞിരിക്കുന്നത് 60% ചാൻസ് ഓഫ് ഏർണിംഗ് 10 lakh, 40% ചാൻസ് ഓഫ് ലോസ് 2 lakh. പ്രൊജക്ട് ബി വന്നിരിക്കുന്നത് 80% ചാൻസ് ഓഫ് ഏർണിംഗ് 5 lakh, 20% ചാൻസ് ഓഫ് ലോസ് 1 lakh. Which project should be chosen based on expected value? ഡിയിൽ ചോദിച്ചിരിക്കുന്നത് state 2 practical limitations of using decision tree in managerial applications. ബ്ലോക്ക് 2 യൂണിറ്റ് 8 ആണ് വന്നിരിക്കുന്നത്. ഡിസിഷൻ ട്രീയുടെ പോർഷൻ ആണ് വന്നിരിക്കുന്നത്. 6th ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് compare and contrast stratified and cluster sampling with examples relevant to business research. ഡിയിൽ ചോദിച്ചിരിക്കുന്നത് a company has 800 employees spread across 5 departments. Design a brief stratified sampling plan to select 40 employees for a survey. ബ്ലോക്ക് 3 യൂണിറ്റ് 9 സാമ്പിളിംഗ് മെത്തേഡ്സ് ആണ് ഈ ഒരു പോർഷനിൽ ചോദിച്ചിരിക്കുന്നത്. Then unit 7 question number 7 ചോദിച്ചിരിക്കുന്നത് what is a chi-square test? Explain its use in testing the independence of 2 categorical variables with a business example. ഡിയിൽ ചോദിച്ചിരിക്കുന്നത് a study examines whether customer preference brand X versus brand Y is independent of region north south. The data collected കൊടുത്തിട്ടുണ്ട് ടേബിളിനകത്ത്. നോർത്തില് ബ്രാൻഡ് എക്സ് 30യും ബ്രാൻഡ് വൈ 20യും, സൗത്തില് ബ്രാൻഡ് എക്സ് 10ഉം ബ്രാൻഡ് വൈ 40യും ആണ്. നമ്മൾ ചെയ്യേണ്ട എന്താണ്? ടെസ്റ്റ് 85% സിഗ്നിഫിക്കൻസ് if preference is independent of region. സ്റ്റോക്ക് കാൽക്കുലേഷൻസ് ഒക്കെ കാണിച്ച് നമ്മൾ കൊടുക്കേണ്ടി വരും. യൂണിറ്റ് 12 ബൈ chi-square ടെസ്റ്റിന്റെ പോർഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. Then question number 8 ചോദിച്ചിരിക്കുന്നത് റൈറ്റ് ഷോർട്ട് നോട്ട്സ് ഓൺ എനി 4 of the following. കുറച്ച് താഴെ ചോദിച്ചിട്ടുണ്ട്.
അതിലെ 4 എന്ത് ചെയ്യുക, ഷോർട്ട് നോട്ട്സ് നമ്മൾ ചെയ്യുക. ഷോർട്ട് നോട്ട്സ് നോക്കുമ്പോൾ അതിനകത്ത് വരുന്നത് സ്ക്യൂനെസ് ആൻഡ് സിഗ്നിഫിക്കൻസ് ചോദിച്ചിട്ടുണ്ട്. സ്ക്യൂനെസ് ചോദിച്ചിരിക്കുന്നത് ബിസിനസ് ഇറ്റ് സിഗ്നിഫിക്കൻസ് ഇൻ ബിസിനസ് അനാലിറ്റിക്സ് ആണ്. അടുത്ത ബിയിൽ ചോദിച്ചിരിക്കുന്നത് യൂസസ് ഓഫ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഇൻ മാനേജറൽ ഡിസിഷൻ. ദെൻ ക്വസ്റ്റിനെയർ പ്രീ ടെസ്റ്റിംഗ് ചോദിച്ചിട്ടുണ്ട്. റിഗ്രഷൻ വേഴ്സസ് കോറിലേഷൻ, ഫോർകാസ്റ്റിംഗ് മെത്തേഡ്സ് ഫോർ മീഡിയം ടേം ബിസിനസ് പ്ലാനിങ്, ഇന്റർവെൽ എസ്റ്റിമേഷൻ. ഇത് ഇത്രയുമാണ് നമുക്ക് എന്ത് ചോദിച്ചിരിക്കുന്നത്, ഷോർട്ട് നോട്ട്സിന്റെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിരിക്കുന്നത്. ഇതിൽ ഏറ്റവും നമുക്ക് അറിയാവുന്ന 4 ആൻസർ ചെയ്യുക കേട്ടോ. 1, 2, 3, 4 എല്ലാ ബ്ലോക്കിൽ നിന്നും മിക്സപ്പ് ചെയ്താണ് ഈ ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത്. ഇത് ഇത്രയുമാണ് നമ്മളുടെ ഒരു പ്രൊഡക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ വരുന്നത്. അപ്പൊ ഈ 8 ഏതെങ്കിലും 5 നമ്മൾ എഴുതിയാൽ മതി. 20 മാർക്ക് ഒരെണ്ണത്തിന് വരുന്ന പോലെ നിങ്ങൾക്ക് ഏറ്റവും അറിയാവുന്ന 5 എഴുതുക. അപ്പൊ ഇതൊരു ഏകദേശം ഒന്ന് അറ്റൻഡ് ചെയ്തിട്ട് ഒരു ഐഡിയ കിട്ടുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് എന്താണ്, എങ്ങനെയാണ് ആൻസർ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നതെന്നൊക്കെയുള്ള ഒരു ഐഡിയ കിട്ടുമേ. പിന്നെ നിങ്ങൾക്ക് നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന ടോപ്പ് 10 ടോപ്പിക്സ് അല്ലെങ്കിൽ ടോപ്പ് 3 ടോപ്പിക്സ് ഒക്കെ ഇല്ലേ, ഇത് മസ്റ്റ് ആയിട്ട് കവർ ചെയ്യുക. അതിനകത്തൊരു ഒരിക്കലും അലക്ഷ്യം കാണിക്കാതെ കറക്റ്റ് ആയിട്ട് നോക്കി ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടൈം മാനേജ് ചെയ്യേണ്ട കാര്യങ്ങളും എല്ലാം നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഇതനുസരിച്ച് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹാപ്പി ആയിട്ട് വലിയ കുഴപ്പമില്ലാതെ നമുക്ക് ഈ ഒരു എക്സാം ഹാൻഡിൽ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ കവർ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഏറ്റവും നല്ലൊരു ബെസ്റ്റ് എക്സാം ആയിരിക്കട്ടെ ഇതെന്ന് വിഷ് ചെയ്യുന്നു. എല്ലാവർക്കും നല്ല രീതിയിൽ എഴുതി വരാൻ പറ്റട്ടെ. നിങ്ങൾക്ക് ഈ ഒരു പ്രൊഡക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ആൻസേഴ്സ് ആപ്പിൽ അവൈലബിൾ ആയിരിക്കും. എല്ലാവർക്കും നല്ലൊരു എക്സാം ആകട്ടെ. വിഷ് യു ഓൾ ദ ബെസ്റ്റ്.